നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റെഡോക്സ് റിയാക്ഷൻസിനെ പറ്റിയായിരുന്നു സ്റ്റാർട്ട് ചെയ്ത്. റെഡോക്സ് റിയാക്ഷന് രണ്ട് മെക്കാനിസം ഉണ്ടെന്ന് പറഞ്ഞു. ഒരെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ സ്പിയർ മെക്കാനിസം ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇന്നർ സ്പിയർ മെക്കാനിസം. അപ്പൊ ഔട്ടർ സ്പിയർ മെക്കാനിസം എന്താണെന്നും അതിന്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് എ പ്രിക്കസർ കോംപ്ലക്സ് ആണ്. അപ്പൊ ഔട്ടർ സ്പിയർ മെക്കാനിസം നടക്കണമെങ്കിൽ ഈ പ്രിക്കസർ കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് മെറ്റൽ സെന്റേഴ്സ് ഏതാണോ എടുക്കുന്നത് അവർ തമ്മിൽ അടുത്ത് വന്ന് അവരുടെ ബോണ്ട് ലെങ്ത് ഒരു ഇന്റർമീഡിയറ്റ് ബോണ്ട് ലെങ്ത്തിലേക്ക് മാറ്റി അതിനുശേഷം മാത്രമേ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. മാർക്കസ് തിയറി എന്ന് പറയുന്നത് ശരിക്കും ഈ ഔട്ടർ സ്പിയർ മെക്കാനിസത്തിന്റെ റേറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മാർക്കസ് തിയറി എന്ന് പറയുന്നത്. സോ മാർക്കസ് തിയറി ആക്ച്വലി എക്സ്പ്ലെയിൻസ് ദ റേറ്റ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഓഫ് റിയാക്ഷൻസ് ഇൻ ടേംസ് ഓഫ് ദ റേറ്റ് ഓഫ് ജമ്പിങ് or moving an electron from oxidant species to the reductant species. ഓക്സിഡന്റ് എന്താണെന്നും റെഡക്റ്റന്റ് എന്താണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഓക്സിഡന്റ് എന്ന് പറയുന്നത് ദേ ആർ ഇലക്ട്രോൺ ഡോണേഴ്സ് അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജൻസ് ആണ്. റെഡക്റ്റന്റ് എന്ന് പറയുന്നത് ദേ ആർ ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ആകുന്ന സ്പീഷീസ് ഏതാണോ അതാണ് റെഡക്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ മാർക്കസ് തിയറിക്കകത്ത് ശരിക്കും ഇലക്ട്രോൺ ട്രാൻസ്ഫർ, അത് ഈ തിയറി ഉപയോഗിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ സ്പിയർ മെക്കാനിസത്തിന്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു, അതിൽ ബോണ്ട് ബ്രേക്കിങ്ങോ അല്ലെങ്കിൽ ന്യൂ ബോണ്ട് ഫോർമേഷനോ അവിടെ നടക്കുന്നില്ല. ജസ്റ്റ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ മാത്രമേ നടക്കുന്നുള്ളൂ ത്രൂ ക്വാണ്ടം ടണലിംഗ്. അതുകൊണ്ടാണ് ഈ ഒരു തിയറി വെച്ചിട്ട് നമുക്ക് ഇതിന്റെ റേറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ അക്കോർഡിംഗ് ടു മാർക്കസ് ഹഷ് തിയറി, എ വൈബ്രേഷൻ ബാരിയർ എക്സിസ്റ്റ് that hampers the redox or the electron transfer reaction. അപ്പൊ ഈ തിയറി വെച്ചിട്ട് നമുക്കറിയാം, നമ്മൾ പറയാറുണ്ട് ബോണ്ട് ഫോർമേഷൻ ഒരു ആക്ടിവേഷൻ എനർജി ബാരിയർ എന്താണേലും ഇതിനുണ്ട്. അപ്പൊ ആ ആക്ടിവേഷൻ എനർജി ബാരിയർ ശരിക്കും ഈ ഇലക്ട്രോൺ ട്രാൻസ്ഫറിനെ ഹിൻഡർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ മാർക്കസ് ഹാസ് കാൽക്കുലേറ്റഡ് ഫ്രം ദ തിയറി ദ കോൺട്രിബ്യൂഷൻ ഓഫ് ആക്ടിവേഷൻ എനർജി ഫോർ ഔട്ടർ സ്പിയർ റിയാക്ഷൻ. അപ്പം ഈ മാർക്കസ് തിയറി വെച്ചിട്ട് ദിസ് ഔട്ടർ സ്പിയർ റിയാക്ഷൻ കൺസിസ്റ്റ് ഓഫ് 5 സ്റ്റെപ്സ്. അത് നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെ. ആദ്യത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റിയാക്ടൻസ് വിൽ ഡിഫ്യൂസ് ടുഗെദർ ടു ഫോം ആൻ ഔട്ടർ സ്പിയർ കോംപ്ലക്സ് in which the coordination sphere of both the metals will remain intact. The bond distance around each metal change to become more product like. അതാണ് ആ ഇന്റർമീഡിയറ്റ് ബോണ്ട് ലെങ്തിലേക്ക് വരും. അപ്പൊ പ്രോഡക്റ്റിന്റെ ബോണ്ട് ലെങ്തുമായിട്ട് സിമിലർ ആകുന്ന രീതിയിൽ ദ ബോണ്ട് ഡിസ്റ്റൻസ് ഓഫ് ഈച്ച് മെറ്റൽ വിൽ ചേഞ്ച്. And again we have seen that the solvent shells around the outer sphere complex will reorganize. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റീഓർഗനൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നതാണ് ശരിക്കും സോൾവെന്റ് ഷെൽ റീഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. Then the electron transfer will take place and the product will diffuse away, and this last step is generally the fast step. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഔട്ടർ സ്പിയർ റിയാക്ഷൻസിന്റെ അകത്ത് നടക്കുന്നതെന്ന് പറയുന്നത്. മെയിൻലി ഇൻവോൾവ് ദ അബവ് സെഡ് സ്റ്റെപ്സ്. അപ്പൊ ഇതിന്റെ അകത്ത് ശരിക്കും ഈ മാർക്കസ് തിയറിക്കകത്ത് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഹാസ് ടു ബി ചേഞ്ച് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ദ റിയാക്ഷൻ. ബോണ്ട് ഫോർമേഷൻ ഒന്നും നടക്കത്തില്ല, ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ചേഞ്ച് വരുവേ ചെയ്യുന്നുള്ളൂ. ദ സ്ട്രക്ചറൽ റീഓർഗനൈസേഷൻ of each complex take place by bringing the distant ligand closer, and the closer to distant by adjusting all the metal ligand bond lengths to be equal. മുമ്പേ പറഞ്ഞ പോലെ തന്നെ മെറ്റൽ ലിഗാൻഡ് ബോണ്ട് ലെങ്ത് ഒരു ഇന്റർമീഡിയറ്റ് ബോണ്ട് ലെങ്തിലേക്ക് ചേഞ്ച് ചെയ്യും. ആൻഡ് ദിസ് വിൽ ഫെസിലിറ്റേറ്റ് ദ ഇലക്ട്രോൺ ട്രാൻസ്ഫർ that require
both redox centers must have similar structure during the course of electron transfer. അത് നമ്മൾ പറഞ്ഞായിരുന്നു ഔട്ടർ സ്പിയർ മെക്കാനിസത്തിന്റെ അകത്ത് രണ്ട് കോംപ്ലക്സസും ഒരേ സ്പിൻ സ്റ്റേറ്റിലാകുവാണെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഫാസ്റ്റ് ആയിട്ട് നടക്കും. ഒരാൾ ലോ സ്പിന്നും ഒരാൾ ഹൈ സ്പിന്നും ആണെങ്കിൽ അവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കാൻ സ്ലോ ആയിരിക്കും. കാരണം അപ്പൊ അവര് മെറ്റൽ ലിഗാൻഡ് ബോണ്ട് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നടത്തേണ്ടി വരും. അപ്പൊ അത്രയും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ മോർ എനർജി ഹാസ് ടു ബി ഗീവൺ ടു ദ സിസ്റ്റം and that electron transfer will take place at a slower rate. So, in order for the electron transfer to take place, the redox centers must have similar structure during the course of electron transfer. The vibration barrier is proportional to the distance between the redox centers. According to Marcus-Hush theory, there is a vibrational barrier that hampers the transfer of electron. Our vibrational barrier it is proportional to the distance between the redox centers. Closer the attachment of both the redox partners, അതായത് നമ്മുടെ മെറ്റൽ സെന്റേഴ്സ് ആണ് ഈ റെഡോക്സ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. സോ ക്ലോസർ ദ റെഡോക്സ് പാർട്ട്നേഴ്സ് is desired to make the redox barrier low and thus electron transfer to be faster. അപ്പൊ മെറ്റൽ സെന്റേഴ്സ് അടുത്ത് വരും തോറും ആ റെഡോക്സ് ബാരിയർ അല്ലെങ്കിൽ ആ വൈബ്രേഷണൽ ബാരിയർ അവിടെ കുറഞ്ഞു വരും. അങ്ങനെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഫാസ്റ്റ് ആയിട്ട് നടക്കും. സോ ഡിറ്റർമിനേഷൻ ഓഫ് വെദർ ദ റിയാക്ഷൻ പ്രൊസീഡ്സ് ത്രൂ ആൻ ഔട്ടർ സ്പിയർ മെക്കാനിസം ഈസ് ഓൾസോ ഡൺ ഓൺ ദ ബേസിസ് ഓഫ് ദിസ് തിയറി. മാർക്കസ് തിയറി വെച്ചിട്ട് ഒരു റിയാക്ഷൻ ഔട്ടർ സ്പിയർ മെക്കാനിസം വഴിയാണോ പ്രൊസീഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റും. അപ്പൊ മാർക്കസ് തിയറി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിൽ വരേണ്ടത് ഔട്ടർ സ്പിയർ മെക്കാനിസത്തിന്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുല എന്നോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന തിയറിയാണ് ശരിക്കും മാർക്കസ് തിയറി അല്ലെങ്കിൽ മാർക്കസ് ഹഷ് തിയറി എന്ന് നമ്മൾ പറയും. അപ്പൊ മാർക്കസ് തിയറി വെച്ചിട്ട് ഔട്ടർ സ്പിയറിന്റെ അകത്ത് ഇത്രയും സ്റ്റെപ്സ് ഉണ്ട്. ഇപ്പൊ ഇലക്ട്രോൺ ട്രാൻസ്ഫറിന് അവിടെ ഒരു ബാരിയർ ഉണ്ട്. ആ ബാരിയർ മെറ്റൽ സെന്റേഴ്സ് അടുത്ത് വരും തോറും ആ ബാരിയർ കുറഞ്ഞ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഫാസ്റ്റ് ആയിട്ട് നടക്കും. സോ the thermodynamic and kinetic data for a couple of self-exchange reactions are compared with the cross data by Marcus-Hush theory. ശരിക്കും മാർക്കസ് തിയറിയുടെ ഇക്വേഷൻ അതൊരു ശരിക്കും ഒരു ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിന്റെ അകത്ത് ശരിക്കും ഈ തെർമോഡൈനാമിക് ടേമിനെയും കൈനറ്റിക് ടേമിനെയും കൂടെ റിലേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. തെർമോഡൈനാമിക് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും കൈനറ്റിക് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ദ റിയാക്ഷനും അത് തമ്മിൽ ഉള്ള റിലേഷൻ ശരിക്കും ആ മാർക്കസ് ഹഷ് തിയറിയുടെ ഇക്വേഷന്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ശരിക്കും അതിന്റെ അകത്ത് ഒരു ക്രോസ് റിയാക്ഷനും ആ ക്രോസ് റിയാക്ഷന്റെ കറസ്പോണ്ടിങ് സെൽഫ് എക്സ്ചേഞ്ച് റിയാക്ഷൻസും തമ്മിലുള്ള കമ്പാരിസൺ വഴിയാണ് നമ്മൾ ഈ റേറ്റ് കണ്ടുപിടിക്കുന്നത്. ഈ ക്രോസ് റിയാക്ഷൻസ് എന്ന് ശരിക്കും ഉദ്ദേശിക്കുന്നത് നമ്മൾ കുറെ ഔട്ടർ സ്പിയർ മെക്കാനിസമുകൾ കണ്ടല്ലോ എക്സാമ്പിൾസ്. അതിൽ മെറ്റൽ സെന്റേഴ്സ് ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ലിഗാൻസ് ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ ക്രോസ് റിയാക്ഷൻ എന്ന് പറയും. മെറ്റൽ സെന്റേഴ്സ് സെയിം ആണെങ്കിൽ നമ്മൾ അതിനെ സെൽഫ് എക്സ്ചേഞ്ച് റിയാക്ഷൻസ് എന്നും പറയും. അപ്പൊ ക്രോസ് റിയാക്ഷൻ എന്താണ്, സെൽഫ് എക്സ്ചേഞ്ച് റിയാക്ഷൻസ് എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ ഇതിന്റെ അത് ഈ ക്രോസ് റിയാക്ഷൻസ് എന്ന് പറയുന്നത് they actually involve large chemical activation. However, the reaction is fast because the large activation energy requirement is compensated by the negative free energy. മിക്ക ക്രോസ് റിയാക്ഷൻസിന്റെ അകത്തും ഡെൽറ്റ ജി എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ്. അപ്പൊ ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ ഫേവറബിൾ ആണ്. അപ്പം ക്രോസ് റിയാക്ഷന് ശരിക്കും ആക്ടിവേഷൻ എനർജി കൂടുതലാണ്. പക്ഷെ ആ കൂടുതലായിട്ടുള്ള ആക്ടിവേഷൻ എനർജീനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന ഫാക്ടറാണ് ശരിക്കും അതിന്റെ ഡെൽറ്റ ജി ഫാക്ടർ എന്ന് പറയുന്നത്.
മിക്ക ക്രോസ് റിയാക്ഷൻസിന്റെ അകത്തും ഡെൽറ്റ ജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ 0. So Marcus theory actually connects thermodynamic term with kinetic term. ഇതാണ് സിംപ്ലിഫൈഡ് മാർക്കസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സിംപ്ലിഫൈഡ് മാർക്കസ് ഇക്വേഷൻ എന്ന് പറയുന്നതാണിത്. K12 ഇവിടെ ഈ K എന്ന് പറയുന്നത് ഈ ആദ്യമേ എഴുതിയിരിക്കുന്ന ആ K എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സ്മോൾ K കേട്ടോ. സ്മോൾ K ആണിത്. ദിസ് വൺ ഇത് സ്മോൾ K കേട്ടോ. സ്മോൾ K അതായത് റേറ്റ് ആണിത്. റേറ്റ് അല്ലേ നമ്മൾ ശരിക്കും ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കുന്നത്. അപ്പം അക്കോർഡിംഗ് ടു മോഡിഫൈഡ് മാർക്കസ് തിയറി K12 അതായത് സ്മോൾ K12 is equal to root of small K11 into small K22 into capital K12 into F12. So this is modified Marcus അല്ലെങ്കിൽ simplified Marcus equation എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ K എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റും ക്യാപിറ്റൽ K എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ആണ്. K11 എന്ന് പറയുന്നത് അതായത് ഇതിൻ്റെ അകത്ത് ഇത് K11 is the rate constant for the self exchange reaction. K22 രണ്ടാമത്തെ സെൽഫ് എക്സ്ചേഞ്ച് റിയാക്ഷന്റെ റേറ്റും ക്യാപിറ്റൽ K12 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. നമ്മുടെ തെർമോഡൈനാമിക് ഫാക്ടർ ആണ് ക്യാപിറ്റൽ K12 എന്ന് പറയുന്നത്. ആൻഡ് F12 ഈസ് ആക്ച്വലി ദ കറക്ഷൻ ടേം for the free enthalpy difference between the two adduct. ഒരു കറക്ഷൻ ടേം ആണ് ശരിക്കും F12 എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും ഇതിൻ്റെ അകത്ത് നമ്മൾ റിയാക്ഷൻ നോക്കുമ്പോൾ the Marcus equation shows that the rate of redox reaction അതായത് small K12 rate of redox reaction depends on an intrinsic factor അതായത് ഈ K11 ഉം small K22 and a thermodynamic factor അതായത് equilibrium constant K12. So the rate is related to the driving force and more thermodynamically favorable reactions are faster. നമ്മൾ നോക്കിക്കേ ഇതിൻ്റെ അകത്ത് സ്മോൾ കെയും ക്യാപിറ്റൽ കെയും ഡയറക്റ്റ് റിലേഷൻഷിപ്പ് അല്ലേ. അതുകൊണ്ട് നമുക്ക് പറയാം തെർമോഡൈനാമിക്കലി ഫേവറബിൾ ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് ഒന്നും കൂടെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത്. K12 increases the rate of the reaction will also increase. അപ്പൊ നമുക്കത് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുമായിരിക്കും അല്ലെ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാള് പഠിച്ച എന്താന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മൾ പറയുന്നത് തെർമോഡൈനാമിക് ഫാക്ടർ അതായത് ഹൗ ഫാർ ദ റിയാക്ഷൻ ഗോസ് ആൻഡ് ദ കൈനറ്റിക് ഫാക്ടർ അതായത് ഹൗ ഫാസ്റ്റ് ദ റിയാക്ഷൻ ടേക്ക് പ്ലേസ് അത് രണ്ടും സെപ്പറേറ്റ് ആണെന്ന് പറയും. നമ്മൾ ആദ്യമത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ ലബൈലും ഇനേർട്ടും അതും തെർമോഡൈനാമിക്കും കൈനറ്റിക്കും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന് പറയുന്നു. അപ്പം തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റിയും കൈനറ്റിക് സ്റ്റെബിലിറ്റിയും തമ്മിൽ ബന്ധമില്ലെന്നാണ് നമ്മൾ പറയുന്നത്. രണ്ടും സെപ്പറേറ്റ് ഫാക്ടേഴ്സ് ആണ്. പക്ഷെ ഇതിന്റെ അകത്ത് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അതായത് നമ്മുടെ തെർമോഡൈനാമിക് ഫാക്ടറും റേറ്റ് ഓഫ് ദ റിയാക്ഷനും ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. തെർമോഡൈനാമിക്കലി ഫേവറബിൾ ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് ഒന്നും കൂടെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത്. So here we see how fast a reaction occurs can depend to some extent how far it goes. രണ്ട് term. How fast a reaction take place depends to some extent how far it goes. അപ്പം ഈ മാർക്കസ് തിയറിയുടെ ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിക്കണം. The first one. അതിലെ ഓരോ ടേംസ് എന്താണെന്ന് അറിയണം. ആൻഡ് ദിസ് K11, K22, സ്മോൾ K12 ആൻഡ് ക്യാപിറ്റൽ K12 ക്യാൻ ബി ഒബ്റ്റെയിൻഡ് എക്സ്പെരിമെന്റലി. ഇതിൻ്റെ അകത്ത് F എന്ന് പറയുന്നത് കറക്ഷൻ ഫാക്ടർ ആണ്.
സോ ലോഗ് F12 ഇവിടെ F12 നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. log F12 is equal to log capital K കേട്ടോ, ഇത് capital K. log F12 is equal to log capital K12 the whole square by 4 log K11 ഇതെന്ന് പറയുന്നത് K11 K into K22 by Z square. അങ്ങനെയാണ് നമ്മൾ എഫിനെ കണ്ടുപിടിക്കുന്നത്. Z എന്ന് പറയുന്നത് നിങ്ങൾ കൈനറ്റിക്സിൽ പഠിച്ചിട്ടുള്ളതായിരിക്കും. ഇറ്റ് ഈസ് ദ കൊളീഷൻ ഫാക്ടർ, ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് കൊളീഷൻസ് പെർ സെക്കൻഡ് ആണ് ശരിക്കും Z എന്ന് പറയുന്നത്. കൊളീഷൻ ഫ്രീക്വൻസി പഠിച്ചതല്ലേ, അതാണ് എഫ് എന്ന് പറയുന്നത്, അല്ല Z എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇസഡും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് F12 ഇതിൽ നിന്നും കിട്ടും. ബാക്കി എല്ലാ എക്സ്പെരിമെന്റലി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. അങ്ങനെ നമുക്ക് റിയാക്ഷന്റെ റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. So actually by Marcus theory it predicts the outer sphere rate constant for cross reactions ആണ്. ഇനി അതെങ്ങനെയാണെന്ന് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. So how can we predict the rate of the reduction of copper by pyridyl thrice 3+ by copper tertiary pyridyl twice 2+. ഇത് രണ്ടും നമ്മൾ എടുക്കുവാണ്. ഇതെന്ന് പറയുന്നത് ഒരു ക്രോസ് റിയാക്ഷൻ ആണെന്ന് നമ്മൾ കണ്ടു അല്ലെ, ലിഗാൻസ് ഡിഫറെന്റ് ആയതുകൊണ്ട്. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ ക്രോസ് റിയാക്ഷൻ. നോട്ട്ബുക്കിൽ ഞാൻ വേറൊരു എക്സാമ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് നോക്കിക്കേ, ഇതാണ് റിയാക്ഷൻ നടക്കുന്നത്. റിയാക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് പറ്റും, ഇത് ഇവിടെ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കറസ്പോണ്ടിങ് സെൽഫ് എക്സ്ചേഞ്ച് റിയാക്ഷൻസ് ആണ് എഴുതിയിരിക്കുന്നത്. ക്രോസ് റിയാക്ഷൻ ആണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് കറസ്പോണ്ടിങ് സെൽഫ് എക്സ്ചേഞ്ച് റിയാക്ഷൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ എഴുതുക. മേളിൽ കാണിച്ചിരിക്കുന്ന ക്രോസ് റിയാക്ഷന് ആദ്യത്തെ കോംപ്ലക്സ് കോപ്പർ ബൈപിരിഡൈൽ ത്രൈസ് 3+ഉം സെൽഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതേ കോംപ്ലക്സ് തന്നെ, പക്ഷെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിഫറെന്റ് ആയിരിക്കും. മനസ്സിലായോ? ഇപ്പൊ പ്രോഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ 2+ എന്നുള്ളത് 3+ ആകും, 3+ എന്നുള്ളത് 2+ ആയിട്ട് മാറും. ഇപ്പൊ എക്സ്പെരിമെന്റലി നമുക്ക് അതിന്റെ റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടാമത്തെ മെറ്റൽ സെന്ററിന്റെ കറസ്പോണ്ടിങ് സെൽഫ് എക്സ്ചേഞ്ച് റിയാക്ഷൻ നമ്മൾ എഴുതും. അപ്പൊ അതില് ഇതുപോലെ തന്നെ രണ്ടാമത്തെ കോംപ്ലക്സ് ഏതാ, കൊബാൾട്ട് ടെർഷ്യറി പെരിഡൈൽ ട്വൈസ് 2+, ഇത് അല്ലേ. അതിന്റെ സെൽഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3+ ആയിട്ട് എഴുതുക. റിയാക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പം പ്രോഡക്റ്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ചേഞ്ച് വരും. K22 നമുക്ക് എക്സ്പെരിമെന്റലി കണ്ടുപിടിക്കാം. ഇപ്പൊ രണ്ട് റേറ്റും കണ്ടുപിടിച്ചു സെൽഫ് എക്സ്ചേഞ്ചിന്റെ. നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്, ക്രോസ് റിയാക്ഷന്റെ റേറ്റ് സെൽഫ് എക്സ്ചേഞ്ച് റിയാക്ഷന്റെ റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുവാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിൽ റിലേറ്റഡ് ആണ്. ഇപ്പൊ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഫോർ ദീസ് 2 കോംപ്ലക്സസ്, ഏത് നമ്മൾ എടുത്തിരിക്കുന്ന ഈ കൊബാൾട്ടിന്റെ 2 കോംപ്ലക്സസിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.31 ആൻഡ് 0.34. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി 0.553. അതിൽ നിന്നും ഇത് ലോഗ് K12 എന്ന് പറയുന്നത് 0.553. അപ്പൊ K12 എന്ന് പറയുന്നത് 3.57. അപ്പൊ ഇതിന്റെ അകത്ത് ശരിക്കും നമ്മൾ ഈ വാല്യൂസ് കാണാതെ പഠിക്കണം. ഇപ്പൊ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ തന്നിരിക്കുന്ന എക്സാമ്പിൾ എഴുതാം, അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ വേറൊരു എക്സാമ്പിൾ ആണ് അതാണേലും എഴുതാം. അപ്പൊ ശരിക്കും നമ്മൾ ഈ വാല്യൂസ് കണ്ടുപിടിക്കണം. കാരണം ഈ മാർക്കസ് തിയറി നമ്മൾ ഈ എക്സാമ്പിൾ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് log F12 കണ്ടുപിടിക്കാം. അതിന്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടതാണ്. log F12 എന്ന് പറയുന്നത് log K12 the whole square by 4 log K11 K22 by Z square. അപ്പൊ ഇതിന്റെ അകത്ത് F12ന്റെ അകത്ത് അതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. K12 നമുക്ക് കിട്ടി log K12 0.553, 4 log K11 9, K22 48 by Z square.
അതിൽ നിന്ന് നമുക്ക് F12ന്റെ വാല്യൂ കിട്ടും. അപ്പൊ നമ്മുടെ മാർക്കസ് തിയറിക്കകത്ത് എല്ലാ ടേംസും വന്നില്ലേ? ആ ടേംസിന് ഏതാ? റൂട്ട് ഓഫ് K11 ഇൻറ്റു K22 ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K12 3.57 ഇൻറ്റു F12. അപ്പൊ നമുക്ക് വാല്യൂ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇസ് ഫൗണ്ട് ടു ബി 39 moles per second raised to -1. So the agreement between, അപ്പൊ നമുക്ക് ഇത് എക്സ്പെരിമെന്റലി നമുക്ക് കിട്ടിയ വാല്യൂ ആണ് ഇത്. അപ്പൊ സോ ദ agreement between the calculated value and the measured rate constant is generally good as long as capital K is not too great. അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഭയങ്കരം ഹൈ വാല്യൂ അല്ലെങ്കിൽ എപ്പോഴും ഈ കാൽക്കുലേറ്റഡ് വാല്യൂ മെഷേർഡ് റേറ്റ് കോൺസ്റ്റന്റും തമ്മിൽ ഏകദേശം ഒരേപോലെ വരും. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വലുതാകുവാണെങ്കിൽ, കൂടിയ വാല്യൂ ആണെങ്കിൽ അവിടെ ഈ രണ്ട് റേറ്റ് കോൺസ്റ്റന്റും തമ്മിൽ ഒരു വേരിയേഷൻ വരും. സോ മാർക്കസ് ഇക്വേഷൻ ബ്രേക്സ് ഡൗൺ വെൻ K12 becomes larger. ഫോർ അൺനോൺ മെക്കാനിസം, ഇതിപ്പോ നോൺ മെക്കാനിസത്തിന്റെ റേറ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് മെക്കാനിസം അറിയാമല്ലോ, വെദർ ഇറ്റ് പ്രൊസീഡ്സ് ത്രൂ ഔട്ടർ സ്പിയർ ഓർ ഇന്നർ സ്പിയർ മെക്കാനിസം. The agreement between the observed rate constant and the calculated from Marcus theory suggests an outer sphere mechanism. അപ്പം നമുക്ക് മെക്കാനിസം അറിയാൻ മേലെങ്കിൽ നമ്മൾ മാർക്കസ് തിയറി വഴി കാൽക്കുലേറ്റ് ചെയ്ത റേറ്റ് കോൺസ്റ്റന്റും ഒബ്സർവ്ഡ് റേറ്റ് കോൺസ്റ്റന്റും ഏകദേശം സെയിം ആണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ദ റിയാക്ഷൻ പ്രൊസീഡ്സ് ത്രൂ outer sphere mechanism. It can also be used to calculate the self-exchange rates which cannot be measured directly. അപ്പം മാർക്കസ് തിയറി ഫോളോ ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, the equilibrium constant capital K should not be much greater. അത് വലുതാകും തോറും ഈ രണ്ട് വാല്യൂസും തമ്മിലുള്ള ഒരു കോറിലേഷൻ അവിടെ മാറിപ്പോ, അല്ലെങ്കിൽ ആ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ കാൽക്കുലേറ്റഡ് ആൻഡ് ദ മെഷേർഡ് വാല്യൂ വിൽ ഡീവിയേറ്റ്, അല്ലെങ്കിൽ അതിന് തമ്മിൽ ഒരു മിസ്മാച്ച് വരും. അപ്പൊ കെ വാല്യൂ എന്ന് പറയുന്നത് ഇത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ പറയുന്നത്. കെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഇറ്റ് ഷുഡ് നോട്ട് ബി, കെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10⁻⁶ എന്നാണ് പറയുന്നത്. അപ്പൊ അതിലും കൂടാൻ പറ്റത്തില്ലെന്നാ പറയുന്നത്. So this is all about Marcus theory, and the Marcus theory is regarded, so the agreement between the observed rate constant and the calculated rate constant from Marcus theory is regarded as an evidence for an outer sphere pathway. So Marcus theory എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇക്വേഷൻ പഠിക്കണം, മാർക്കസ് തിയറിയുടെ ഇക്വേഷൻ പഠിക്കണം, അതിലെ ടേംസ് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയണം. അതുകൂടാതെ നമ്മൾ അതിൻ്റെ അകത്ത് പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ഓരോ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ ആ എക്സാമ്പിൾ നമ്മൾ അവിടെ കാണാതെ പഠിക്കണം കേട്ടോ, അതിലെ വാല്യൂസ് വരും. മാർക്കസ് തിയറി എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, ആ തിയറിയിൽ നിന്ന് നമുക്ക് എന്ത് ഡേറ്റയാണ് കിട്ടുന്നത്, മാർക്കസ് തിയറി എപ്പോഴാണ് വയലേറ്റഡ് ആകുന്നത്, അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ അറിയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.